സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഹൈക്കമാൻഡിൽ നിർണായക സ്വാധീനം ചെലുത്തിയ കെ ആന്റണി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായേക്കും. കാബിനറ്റ് റാങ്കുള്ള പദവിയാണിത്. ശമ്പളവും ഓഫീസും ഔദ്യോഗിക വസതിയും കാറും സ്റ്റാഫുകളെയും കമ്മീഷൻ അധ്യക്ഷന് ലഭിക്കും. മന്ത്രിമാർക്ക് ലഭിക്കുന്ന ചികിത്സാ ആനുകൂല്യങ്ങളുമുണ്ട്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഈ പദവി വഹിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആയിരുന്ന ആന്റണി നിലവിൽ രാഷ്ട്രീയത്തിൽ സജീവമല്ല. എങ്കിലും അധികാരം ലഭിച്ചു സതീശൻ ആദ്യമായി പോയി കണ്ടു അനുഗ്രഹം വാങ്ങിയത് ആന്റണിയുടേതാണ്. ഭരണരംഗത്തുള്ള പരിചയക്കുറവ് സതീശനു വെല്ലുവിളി ആവുന്നുണ്ട്. കുശാഗ്ര ബുദ്ധിക്കാരനായ ആന്റണി സഹായത്തിനു വരുമ്പോൾ ഭരണചക്രം എളുപ്പത്തിൽ തിരിക്കാൻ ആവുമെന്ന് സതീശൻ കരുതുന്നു. കെ.സി. പക്ഷത്തിന്റെ ഭീഷണി മറികടക്കുവാൻ കൂടിയാണ് ഈ നീക്കം നടത്തുന്നത്. യു.ഡി.എഫിൽ തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ ചെയർമാൻ നിയമനം ഉണ്ടായേക്കും. ഈ വിഷയത്തിൽ യു.ഡി.എഫിനുള്ളിൽ ഔദ്യോഗിക ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ലെങ്കിലും സുധീരന്റെയും മുനീറിന്റെയും പേരുകൾ കൂടി സജീവമായി പരിഗണിക്കുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ രാജിവച്ചതിനുശേഷം കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. സുധീരന്റെ രാഷ്ട്രീയ ഭരണപരിചയം കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ പേര് കെ.സി. പക്ഷം ഉയർത്തിക്കാട്ടുന്നത്.